ശ്യാമ മേഡം വെയിറ്റ് ചെയ്യാം. ഇതുവരെ നന്നായിട്ട് പാടിയിരുന്ന തനിക്കിത് എന്തു പറ്റി? മോളെ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ എന്തായി കാണിക്കുന്നേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. ഹരി, മേഡത്തിന്റെ അടുത്തേക്കൊന്ന് പോവാം. കുറച്ച് സമയമെടുക്കും. ഓക്കെ സാർ. നമുക്ക് ഒന്നുകൂടെ നോക്കാം ടീന. കുട്ടി വന്നേ. കുട്ടിയുടെ പാടാൻ വേണ്ടി വന്നാണോ? അല്ല, കുട്ടിയെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ, ഒരിക്കലും മ്യൂസിക് കോളേജിൽ ഒരു പ്രോഗ്രാമിന് ശ്യാമ മാഡം പാടി നിർത്തിയ പാട്ട് പിന്നെ കുട്ടിയാണോ പാടിയത്? അയ്യോ, ശ്യാമ മാഡത്തിന് സ്റ്റേജ് കയറിയല്ലേ, പാടിയിട്ട് പോയാ മതി. ഞാൻ ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഏകദേശം അത് തന്നെ പോലൊരു കുട്ടിയാ, അതുകൊണ്ടാ ചോദിച്ചത്. അന്ന് പാടിയത് ഞാനാ, അതങ്ങനെ പറ്റിപ്പോയതാ. ഞാൻ പോട്ടെ. സാർ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി എന്നെ നിർബന്ധിക്കല്ലേ അച്ഛ, നമുക്ക് പോവാം. എന്താ കുട്ടി കാണിക്കുന്നത്? സോറി സർ, എനിക്ക് പറ്റുന്നില്ല. ലോ, നമ്മളിനി എന്ത് ചെയ്യും? ഇത്രയും നേരം കാണിച്ച ക്ഷമ ഇനി ശ്യാമ മാഡം കാണിക്കൂ? മോളെ, സോറി സാർ. മോളെ, നിക്കവിടെ. മോളെ, ഹലോ, ജിയ അല്ലെങ്കിൽ ജിൻസി, അതും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഡിവോഷണൽ പാടിയ കുട്ടിയുണ്ടല്ലോ, അതിലൊരാളെ എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തിക്കണം. ശ്യാമ മാഡത്തിൻ്റെ കൂടെയുള്ള പാട്ടാണ്. എന്തായടോ? ആ രണ്ട് കുട്ടികളും ഇല്ല. ഒരാൾ ബാംഗ്ലൂര് ഒരു ടെസ്റ്റ് എഴുതാൻ പോയിരിക്കുന്നു, ഒരാൾ സ്റ്റഡി ടൂറിൽ. ഹരി, പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ വിളിക്കാൻ ആരാ ഉള്ളത്? സാർ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മുമ്പ് ഒരിക്കൽ സാറിനോട് പറഞ്ഞല്ലേ അന്ന് മ്യൂസിക് കോളേജിലെ ശ്യാമ മാഡത്തിൻ്റെ പാട്ടിനെ കുറിച്ച്. അന്ന് ശ്യാമ മാഡം നിർത്തിയ പാട്ട് അതേ ഈണത്തിൽ പാടി സുന്ദരമാക്കിയൊരു പെൺകുട്ടിയുണ്ട്. ഇവിടെ കൃത്യമായി അറിയുന്നവരെ തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. ആ നേരത്താ ഇനി ജാതകം വെച്ച് തിരയാൻ പോകുന്നത്. സാർ, കുട്ടിയോടെ ഉണ്ട്, ഈ സ്റ്റുഡിയോ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ പുറത്ത് വെച്ച് കണ്ടതാ. അല്ല, അത് സാർ, ആ കുട്ടിയുടെ വോയിസ് ഞാൻ കേട്ടതാ. ഡിറ്റോ ശ്യാമ മാഡത്തിൻ്റെ വോയിസാ. എനിക്ക് തോന്നുന്നത് ഇത് വളരെ ആകസ്മികമായി വന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ആ കുട്ടി ഒന്ന് ട്രൈ ചെയ്യാം സാർ. ശ്രീ, റിസ്ക് എടുക്കാനൊന്നും ഞാനില്ല. ഒരു കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും കാരണവശാൽ ശ്യാമ മാഡം പാടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ തന്റെ മ്യൂസിക്കും എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. സാർ, ഹരി, നീ കോൺഫിഡൻ്റ് ആണോ? 100% ഓക്കെയാണ് സാർ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ശ്യാമ മാഡത്തിന് ഇഷ്ടമാവും. ഓക്കെ, നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാം. കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ് കിട്ടിയൊരു അവസരമാണ്. സിനിമയിൽ ഇങ്ങനെയൊക്കെയാ ഓരോരുത്തരുടെ ഭാഗ്യം തെളിയുന്നത്. അല്ല,
അതൊന്നും വേണ്ട സാർ. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇന്ന് തന്നെ ഈ പാട്ട് ചെയ്തു തീർക്കണം. 3-4 കുട്ടികൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവരൊക്കെ വരാവുന്ന കണ്ടീഷനിലല്ല. താൻ ജസ്റ്റ് ഒന്ന് നോക്ക്. എനിക്ക് അവിടെ നിന്ന് കയറി നിൽക്കാനുള്ള ധൈര്യം പോലുമില്ല. അതും ശ്യാമ മാഡത്തിന്റെ കൂടെയൊക്കെ വേണ്ട സാർ. കുട്ടിയുടെ കൂടെ ആരുണ്ട്? ഞാൻ വിനയ മാഡത്തിന്റെ കൂടെ വന്നതാ. മാഡം അവിടെ ഡബ് ചെയ്തോണ്ടിരിക്ക. എന്നാ നമുക്ക് വിനയ മാഡത്തിനോട് സംസാരിക്കാം. ആ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രഞ്ജൻ, തന്റെയാണോ റെക്കോർഡിംഗ് നടക്കുന്നത്? അതെ മാഡം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാഡത്തെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ വോയിസ് മാത്രമേ ഉള്ളൂ, പാട്ടില്ല. ഞങ്ങൾക്കൊരു പാട്ടുകാരിയെ വേണ്ടത്. ആ, മാഡം, ശ്യാമ മാഡത്തിന്റെ സോങ്ങിൽ ഒരു പെൺകുട്ടിയുടെ പോർഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരിയായില്ല. പക്ഷേ അതേ പാട്ട് ഈ കുട്ടി പാടുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടു. ആഹാ. ശരിക്കും? ഈ കുട്ടിയോട് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ രാധികെ, എന്താ നോക്കാതെ? അയ്യോ മാഡം, എനിക്ക് അങ്ങനെ പറ്റൊന്നുമില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യല്ലേ. അതെ, പേടി കൊണ്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നത്. ചെയ്യിച്ചെടുക്കാവുന്ന രഞ്ജന് ധൈര്യമുണ്ടോ? പറ്റും മാം. ആ, എങ്കില് രാധിക പാടും. അയ്യോ മാഡം, ആഹാ, ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി. ഉം? രഞ്ജൻ, ഞാൻ ഇപ്പൊ രാധികയും കൂട്ടി വരാം. നിങ്ങൾ നടന്നോളൂ. മാഡം മാഡം എന്ത് പണിയായി കാണിച്ച? അമ്പലത്തിലെ കുളക്കടവിലിരുന്ന് പാടുന്ന പോലെയാണോ സിനിമയിലൊക്കെ പാടുന്നത്? രഞ്ജനെ പോലുള്ള മ്യൂസിക് ഡയറക്ടറുടെ അടുത്തെ നിത്യേന എത്ര കുട്ടികളാ അവസരം ചോദിച്ച് ചെല്ലുന്നതെന്നറിയോ? എന്നിട്ട് അയാള് നിന്റെ ശബ്ദം മതിയെന്ന് പറയുമ്പോ അത് വേണ്ടെന്ന് പറയാ. എന്നാലും അതെ, നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ജന്മം കൊണ്ടുപോലും തോറ്റുപോയവളാണ് എന്നൊക്കെ. അങ്ങനെയുള്ള ആളുകള് എപ്പോഴാ ജയിക്കാന്നറിയോ? മറ്റുള്ളവര് അംഗീകരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരു പാട്ടുകാരിയുടെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ശ്യാമ മാഡത്തിനെ ഇത്രയും ആരാധിക്കുന്ന ആളല്ലേ. അവരുടെ കൂടെ ഒരു 4 വരി ആ പാട്ട് പോപ്പുലർ ആവുകയാണെങ്കിൽ അത്രയ്ക്ക് തന്നെ നീയും വളരും. അത് വേണ്ടേ? ഉം? എന്നാ പാടാലോ അല്ലേ? മാഡം കൂടെ നിൽക്കൂ. കൂടെ നിൽക്കാം. കുറച്ചു കഴിയുമ്പോ കൂടെ പാടണമെന്നും കൂടെ പറയരുത്. ഉം? ഒരു പരിഭ്രമവും വേണ്ട. ഇത് ദൈവം നിനക്ക് വെച്ച് നീട്ടിയ അവസരമാണ്. ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ശ്യാമ മാഡത്തിനെ കാണാൻ അലഞ്ഞു നടക്കൊന്നും വേണ്ട. ഒന്നിച്ചിരിക്കാം നിങ്ങൾക്ക്. ഉം? അല്ല രഞ്ജൻ, ആ കുട്ടിക്ക് ശ്യാമ മാഡത്തിന്റെ ശരിക്കും അതേ രൂപമല്ലേ? അതെ, ഞാനവിടെ വെച്ച് പറയണ്ടെന്ന് വെച്ചിട്ടാ. ദേ പ്ലീസ് പ്ലീസ്, ഇങ്ങനത്തെ ഒരു ചർച്ചയൊക്കെ ഇക്കാലത്ത് അപകടം. ശ്യാമമ്മയുടെ ഒരു സെലിബ്രിറ്റിയാണ്. ഒരു ഗോസിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ആളുകൾ. നമ്മളിപ്പോൾ അവർ തമ്മിലുള്ള സാമ്യമൊന്നും നോക്കണ്ട. നമുക്ക് പാട്ടെടുക്കണം. ആ കുട്ടി ഓക്കെ ആയാൽ മതിയായിരുന്നു. ശ്യാമ മാഡം, ചെറിയൊരു തലവേദനയായിട്ടിരിക്കുക. ടാബ്ലറ്റ് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. എന്താ ശ്രീ? സോറി മാം. ആ കുട്ടി എത്ര ശ്രമിച്ചിട്ടും ഓക്കെ ആയില്ല. അത് തിരിച്ചുപോയി. പകരം ഒരു കുട്ടി ഓക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. മാം ഒന്ന് വരികയാണെങ്കിൽ. ഒരു കാര്യം ചെയ്യൂ ശ്രീ, ആ കുട്ടിയുടെ പോർഷൻ അങ്ങ് പാടിക്കോട്ടെ. ഞാൻ വന്നിരിക്കുമ്പോൾ ആ കുട്ടിയും ടെൻഷനായാലോ. മാത്രമല്ല എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. എന്നാ ഓക്കെ മാം, ഞാൻ ആ കുട്ടിയെ കൊണ്ട് പാടിക്കാം.
മേഡം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനത് ഫിക്സ് ചെയ്യൂ. എന്താ ശ്രീ ഇതൊക്കെ? അതൊക്കെ നിങ്ങളുടെ ഡെസിഷൻ അല്ലേ. എൻ്റെ ഭാഗത്തുനിന്ന് തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആ ഉറപ്പ് മതിയല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ പ്രൊഡ്യൂസർ കുറച്ച് വയലൻ്റാ, അതുകൊണ്ടാണ്. തന്നെ എനിക്ക് എത്ര നാളായിട്ട് അറിയാവുന്നതാ. താനൊരു കാര്യം ചെയ്യാം, ആ കുട്ടിയെ കൊണ്ട് പാടിക്ക, ഞാൻ വന്നോളാം. ശരി മാഡം. ശ്യാമ ഇത്ര ലിബറൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ അല്പം സ്റ്റേൺ ആവുന്നത് നല്ലതാ. ചേച്ചി, ജീവിതം എനിക്കൊരിക്കലും ഒരു മത്സരമല്ല. അതുകൊണ്ട് ആരെയും തോൽപ്പിക്കണമെന്ന് ഒരു കാലത്തും എനിക്ക് തോന്നിയിട്ടുമില്ല. പുതിയതായിട്ട് പാടാൻ വരുന്നൊരു പെൺകുട്ടി, അവളുടെ മനസ്സിലെ പ്രതീക്ഷകൾ എത്രത്തോളമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കൂടെ പാടില്ല എന്ന് പറയുന്ന ഒരു നിമിഷം മതി, ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാണ്ടാവും. ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ, അത് നടക്കട്ടെ. പുണ്യം കുടഞ്ഞ പനിനീരിൽ ഓക്കെ അല്ലേ? തുടങ്ങാം. ഓക്കെ അല്ലേ? രാധിക തുടങ്ങാം.
മോളെ ഗംഭീരമായി. ശരിക്കും താൻ ഞങ്ങളെ ഞെട്ടിച്ചല്ലോടോ. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടാണോ ഞങ്ങൾ വന്നൊന്ന് പാടാൻ പറഞ്ഞപ്പോൾ മടിച്ചത്? ദേ കുട്ടി, ഒരു സംശയവും വേണ്ട. അടുത്ത ശ്യാമ മാഡം കുട്ടി തന്നെയാ. അയ്യോ അതെന്തായാലും അവള് സമ്മതിച്ചു തരില്ല. ശ്യാമ മേഡം എന്ന് പറഞ്ഞല്ലേ പുള്ളിക്കാരിയുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാ. അതിനൊപ്പം എന്ന് പറഞ്ഞ് എന്റെ കൊച്ചിനെ വിഷമിപ്പിക്കരുത്. എനിവേ, താൻ ഞങ്ങളെ തൽക്കാലം ഒരു പ്രതിസന്ധി രക്ഷിച്ചു. പക്ഷേ നമ്മളിനിയും കാണും കേട്ടോ. ആഹാ. താൻ ഇനിയും പാടും. ഇതെന്താ സർ? ഒരു ചെറിയ പ്രതിഫലം. കുറച്ചു കാലം കഴിഞ്ഞ് വലിയ ആളാവുമ്പോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ആദ്യ പ്രതിഫലം ഞാനാ തന്നെന്ന്. അയ്യോ ഇതൊന്നും വേണ്ട സർ. അത് വാങ്ങിച്ചോളൂ. അല്ല വാങ്ങിക്ക്. ഇനി രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിക്കും. അതെ രഞ്ജൻ, മാം, ശ്യാമ മാഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പോ? തലവേദന എടുക്കുന്നു, ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയതാ. ഓക്കെ എന്നറിയില്ല. ഓ, പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നീട് എപ്പോഴെങ്കിലും കണ്ടോളാം. മാം, കുറച്ചേരും കൂടെ ഉണ്ടാവും അവിടെ. ജസ്റ്റ് ഒരു സീൻ, അത് കഴിഞ്ഞ് ഞാൻ മടങ്ങും. രഞ്ജിത്ത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. ഓക്കെ? ഓക്കെ മാഡം. ഓക്കെ, ശരി. ശരി മാഡം. ഇപ്പൊ ഇവിടെ എന്താ നടന്നേ? മാം, ഈ പാട്ട് ശരിക്കും സിനിമയിലിടുവോ? പിന്നെ അല്ലാതെ. ശ്യാമ മാഡത്തിന്റെ ശബ്ദവും നിന്റെ ശബ്ദവും കൂടി ഒന്നിച്ചാണ് ആൾക്കാർ കേൾക്കുന്നത്. എന്നാലും ശ്യാമ മാഡത്തിനൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. കാണും, നിങ്ങൾ തമ്മിൽ കാണും. ചേച്ചി, എന്താ ശ്രീ, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ മാം, ഒരു പ്രോബ്ലം ഇല്ല. ആ കുട്ടി സത്യം പറഞ്ഞ ഞെട്ടിച്ചു, ഗംഭീരമായിട്ട് പാടി. നമ്മുടെ ആദ്യത്തെ കുട്ടിയുണ്ടല്ലോ, ടീന, ആ കുട്ടി തിരിച്ചുപോയത് നന്നായെന്നുള്ള ചിന്തയില നമ്മളെല്ലാവരും. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് മാഡം. താൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ എനിക്കതിൽ സംശയമൊന്നുമില്ല. തനിക്ക് മ്യൂസിക്കിനോടുള്ള കോൺഫിഡൻസ്, ആ പാഷൻ, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മാഡം അതൊന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ. ഞാൻ കേൾക്കണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ മാഡം, പ്ലീസ്. ശരി, കേട്ടോളാം.